10 വർഷമായിട്ടും പൂർത്തിയാകാതെ പാലക്കാട് ഷൊർണൂരിൽ വിവേകാനന്ദ പ്രതിമയും പാർക്കും. ഷൊർണൂരിലെ കൊച്ചിൻ പാലത്തിന് സമീപം പ്രതിമയും പാർക്കും നിർമ്മിക്കുവാനുള്ള പദ്ധതിയിൽ നഗരസഭയും കരാറുകാരനും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് അനന്തമായി നീളുകയാണ്. നഗരസഭയുടെ താൽപ്പര്യമില്ലായ്മയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചു. സ്വാമി വിവേകാനന്ദന്റെ പാദസ്പർശമേറ്റ ഷൊർണൂരിൽ വിവേകാനന്ദ പ്രതിമയും പാർക്കും സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് 10 വർഷത്തിലേറെ പഴക്കമുണ്ട്. പ്രതിമയുടെ മോൾഡിംഗ് പൂർത്തിയായെങ്കിലും അന്തിമ രൂപത്തിന് നഗരസഭ അനുമതി നൽകിയിട്ടില്ല. 24 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത്. 12 ലക്ഷം രൂപ കരാറുകാരന് നൽകിയിരുന്നു. എന്നാൽ ഈ തുക തിരികെ നൽകണമെന്ന് കാട്ടി കരാറുകാരന് നഗരസഭ നോട്ടീസ് നൽകി. ഇത് അപ്രായോഗികമാണെന്ന് കാട്ടി കരാറുകാരൻ കോടതിയെ സമീപിച്ചു. നഗരസഭയ്ക്ക് വിവേകാനന്ദ പ്രതിമ നിർമ്മിക്കാനുള്ള താൽപ്പര്യമില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് BJP ആരോപിച്ചു. വിവേകാനന്ദ പാർക്കിന് വേണ്ടി അനുവദിച്ച 25 ലക്ഷം രൂപ കൈപ്പറ്റിയ ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കണം. ഇതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദനോട് അവഗണന ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ വിവേകാനന്ദന് വേണ്ടി അനുവദിച്ച 25 ലക്ഷം രൂപ അടിച്ചു മാറ്റിയ CPIM ഭരണസമിതി ഷൊർണൂർ ജനതയോട് വിവേകാനന്ദനോട് മാപ്പ് പറയണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. എന്നാൽ കരാറുകാരനുമായുള്ള പ്രശ്നത്തിൽ കോടതിയിൽ നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നുമാണ് നഗരസഭ പറയുന്നത്. 6 അടി ഉയരമുള്ള പീഠത്തിൽ 7.5 അടി ഉയരത്തിൽ വെങ്കല പ്രതിമയും 14 അടി ഉയരമുള്ള ഗോപുരവും ഉണ്ടാക്കുന്നതിനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, പാലക്കാട്.